എപ്പോഴെങ്കിലും സ്ക്രീനിലെ നോട്ട്സ് വരുന്നില്ല എങ്കിൽ ഒന്ന് പറയണം, ഇൻഫോം ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പൊ അതില് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു, സം ഇൻഡിവിജ്വൽസ് ആർ ഹൈലി വർക്ക് ഓറിയന്റഡ് വൈൽ അതേഴ്സ് ട്രൈ ടു ഡു ദ മിനിമം ദാറ്റ് ഈസ് റിക്വസിറ്റ്സ് ടു ഗെറ്റ് ബൈ വിത്തൗട്ട് ബീയിങ് ഫയർഡ് ഓൺ ദ ജോബ്. ഓക്കെ, കുറെ പേരൊക്കെ നല്ല രീതിയിൽ അല്ലെ മാക്സിമം വർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. എന്നാൽ കുറച്ച് പേരെങ്കിലും മിനിമം അല്ലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മിനിമം ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. Extremely work ethic oriented person gets greatly involved in the job. അതായത് കൂടുതലായിട്ട് ഈ വർക്കിനോട് അല്ലെ കുറച്ച് കൂടുതൽ അമിതമായ താല്പര്യമുള്ളവർ എന്താണ് കൂടുതൽ ഡ്യൂട്ടി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്ത് അടുത്ത ഡ്യൂട്ടി ഇങ്ങനെ ഏറ്റെടുത്ത് അല്ലെ അവര് കുറച്ചും കൂടി എന്താണ് കമ്പനിയോട് അല്ലെങ്കിൽ വർക്കിനോട് കൂടുതൽ താല്പര്യമുള്ളവരാണ്. Then പറയുന്നു extreme work ethic values could lead to traits of workaholism. Then work becomes to be considered as the only primary motive for the living with very little outside interest. കുറച്ച് പേരൊക്കെ നമുക്കറിയാം ചെറിയ കാര്യങ്ങളൊക്കെ താല്പര്യങ്ങളെങ്കിൽ ജോലിയൊക്കെ നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊതുവെ ഒന്ന് ഫിനിഷ് ചെയ്ത് പോകണമെന്നോ അല്ലെ അധികം വർക്ക് ലോഡ് വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമില്ലാത്തവരുണ്ട്. പക്ഷെ വർക്ക് വോയിസം എന്ന് പറയുന്ന അമിത താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള അല്ലെ പേഴ്സണാലിറ്റി ഉള്ള നേച്ചറുള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ദ ഡെഡിക്കേറ്റഡ് വർക്കർ ടേണിംഗ് ടു വർക്കിംഗ് ആൻഡ് സംടൈംസ് ബിക്കം എ viable alternative to facing a non-work related problems. ഓക്കെ, ഇവിടെ ചിലപ്പോഴൊക്കെ നമുക്കറിയാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇൻ കേസ് അവർക്ക് അധികം പ്രോബ്ലംസ് ഇല്ല, ഏത് വർക്കും ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ളതുകൊണ്ട് വർക്ക് അവർ ചെയ്ത് പോകും. പക്ഷെ അതിൽ പ്രധാനമായിട്ടും വേറൊരു പോയിന്റ്സും കൂടി വരുന്നുണ്ട്. അതായത് ഹൈ ലെവൽ ഓഫ് വർക്ക് എത്തിക് ഓറിയന്റേഷൻ ഓഫ് മെമ്പേഴ്സ് ഇസ് ഗുഡ് ഫോർ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ. Too much workaholism, which might lead to untimely burnout and health problems, is dysfunctional for both the organization and the workaholic members. അതായത് നമുക്കറിയാം ഒരുപാട് വർക്ക് ചെയ്യുന്നവർ എപ്പോഴും കമ്പനിക്ക് ഭയങ്കര കാര്യമായിരിക്കും അല്ലെ, കാരണം അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, വീണ്ടും വർക്ക് ഏറ്റെടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നവരാണ്. സോ കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള വർക്കേഴ്സിന് എംപ്ലോയീസിനേക്ക് എന്തായാലും താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് എപ്പോഴും അല്ലെ ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അല്ലെ. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ അല്ലെ അവര് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ പക്ഷെ കുറച്ച് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസം ലീവായിരിക്കും, കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോഴും കമ്പനിയെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ് അല്ലെ. ചില കമ്പനികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ല ഫ്രഷ് ആയിട്ടുള്ള അല്ലെ നല്ല കഴിവുറ്റ ടൈങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവര് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ കമ്പനികൾ തിരിച്ചു നോക്കാതെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ ആവും. അതേസമയം ചിലപ്പോ അല്ലെ അവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൊണ്ട് ഓവർലോഡ് എടുപ്പിക്കാതെ അവര് നല്ല രീതിയിൽ കെയർ ചെയ്ത് പോകുന്ന എംപ്ലോയേഴ്സും ഉണ്ടാവും അല്ലെ, ഉടമകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർക്ക് ഓവർലോഡ് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ കൊണ്ട് അല്ലെ എംപ്ലോയീസിനെ സംബന്ധിച്ച് നല്ല ഗുണം കിട്ടുന്നതിനോടൊപ്പം തന്നെ ഹെൽത്ത് ഇഷ്യൂസും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ വർക്ക് എത്തിക് ഓറിയന്റേഷൻ അതിൽ വർക്ക് ഹോളിസം ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതായത് വർക്ക് ചെയ്യാൻ താല്പര്യമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും കമ്പനിയെ സംബന്ധിച്ചത് ഗുണകരമായ കാര്യമാണ്. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് ആ ഒരു മാറ്ററും കൂടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ആ പോയിന്റിൽ നിന്ന് മീൻ ചെയ്ത് നോക്കിയാണോ? ക്ലിയർ ആയോ? ഓരോ പേഴ്സണാലിറ്റി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യം കൺസിഡർ ചെയ്യണം അല്ലെ. ഇൻ കേസ് ഒരുപാട് വർക്കുകൾ അവിടെ കൊടുത്തിട്ട് അല്ലെ ചലഞ്ച് ചെയ്യുന്ന ജോലി ചിലപ്പോൾ വരാനിരിക്കുകയും അപ്പൊ ഇവരെ കൊണ്ട് തന്നെ പണിയിരിപ്പിച്ചിരിപ്പിച്ച് അവരെ ഹെൽത്ത് ഇഷ്യൂസ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും വരാനിരിക്കുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ അവരുണ്ടാവുന്നില്ല. സോ അതെല്ലാം പരിഗണിച്ചിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, അപ്പൊ നമ്മൾ കണ്ടു അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള പോയിന്റ്സുകളാണ് കണ്ടത്. ഇവിടെ എന്താണ് ഒരുപാട് പോയിന്റ്സുകൾ കവർ ചെയ്ത് പോയി, ചെറിയതാണെങ്കിലും അല്ലെ 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നും കണ്ടു. ഇവിടെ
10 പോയിന്റ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കവർ ചെയ്തത്. അതായത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വ്യക്തിത്വ മനോഭാവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. വ്യത്യസ്ത നേച്ചറുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്നത് കൺസിഡർ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഓരോ പേഴ്സണാലിറ്റിക്കും അനുയോജ്യമായ വിധത്തിലായിരിക്കണം നമ്മൾ ഓരോരോ കേസ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എംപ്ലോയീസിലേക്ക് നോക്കുമ്പോൾ ക്വാളിഫിക്കേഷനും എല്ലാം എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കും. പക്ഷെ അവരുടെ ചില വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വ മനോഭാവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വമായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി തന്നെ വീക്ഷിച്ചെടുത്ത് അതിൽ നിന്ന് കൺസിഡർ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പോയിന്റ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വീണ്ടും നമുക്ക് അതേപോലെ തന്നെയുള്ള മാറ്റേഴ്സ് തന്നെയാണ് ഈ ചാപ്റ്ററിലുടനീളം പഠിക്കാനുള്ളത്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഡയമെൻഷൻസ് ആണ്, അതായത് അളവുകോലുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പേഴ്സണാലിറ്റി ഡയമെൻഷൻസ്. വ്യക്തിത്വങ്ങൾ എങ്ങനെ അളക്കാം അത് ഏത് രീതിയിലൊക്കെ അളന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. The big 5 personality dimensions are extroversion, agreeableness, then conscientiousness, emotional stability, and openness to experience. Okay, 5 personality dimensions ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് എക്സ്ട്രോവേഷൻ. അതായത് പുറം ലോകവുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ, അതായത് ആ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ പുതിയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ കിട്ടുന്ന പണി, ആ പണിയിൽ മാത്രം ജസ്റ്റ് വ്യാപൃതമായിട്ട് മുന്നേറുന്ന ഒരു കൂട്ടരില്ല. ഒരു പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അത് നമുക്ക് അളന്ന് നോക്കാവുന്നതാണ് ഓരോ പേഴ്സണിന്റെയും എടുത്ത് നോക്കിയാൽ. then agreeableness, നമുക്കറിയാം എല്ലാത്തിനോടും കുടിച്ചേർന്ന് പോകാനായിട്ട് എന്താണ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ നമുക്കറിയാം മനസാക്ഷി അതില് നല്ല രീതിയിൽ ആ മനസാക്ഷിക്ക് അനുയോജ്യമായ രീതിയിൽ എംപ്ലോയീസ് വ്യാപൃതമാകുന്നവരുണ്ടാവാം. ഇമോഷണൽ സ്റ്റെബിലിറ്റി, നമുക്കറിയാം വൈകാരികമായിട്ടുള്ള ഒരു സ്ഥിരതയുള്ള പേഴ്സൺസ് ചില എംപ്ലോയീസിനെ കണ്ടു കഴിഞ്ഞാൽ ചിലരെ നമ്മൾ വ്യക്തിപരമായിട്ട് നിരീക്ഷിച്ചാൽ അറിയാം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥിരതയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ മാനേജേഴ്സ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ടോപ്പ് ലെവലിലുള്ളവരൊക്കെ സൂപ്പർവൈസേഴ്സോ അവരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നല്ല ഡീസെന്റ് ആയിട്ട് തന്നെ വർക്കൊക്കെ ചെയ്യും. അതല്ലാതെ ചിലപ്പോൾ വേണമെങ്കിൽ അവര് കെയർലെസ് ആയിട്ടായിരിക്കും ജോലിയൊക്കെ ചെയ്ത് പോകുന്നത്. അങ്ങനെ വൈകാരികമായിട്ടൊരു സ്ഥിരതയില്ലാത്തവരുണ്ടാവാം. ഓപ്പൺസ് ടു എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്കറിയാം എല്ലാ എക്സ്പീരിയൻസിനോട് നമുക്കറിയാം അനുഭവത്തിനോട് ഒരു തുറന്ന ഏത് അനുഭവങ്ങൾ വരുമ്പോഴും ആ അനുഭവത്തിനോട് ചേർന്ന വിധത്തില് നമ്മൾ തളർന്നു പോകാതിരിക്കുക. ചിലപ്പോ പുതിയ അനുഭവങ്ങൾ വരുമ്പോഴൊക്കെ അതിനോടൊപ്പം തന്നെ യോജിച്ചു പോകാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളുള്ളവരുണ്ടാവാം. സോ അതെല്ലാം അളന്ന് മനസ്സിലാക്കി തന്നെ ഓരോ പേഴ്സണെയും നമ്മൾ കൈകാര്യം ചെയ്ത് പോകണം എന്നുള്ളതാണ്. ഐഡിയലി ദീസ് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ദാറ്റ് ആർ correlate positively and strongly with job performance would be helpful in the selection, training and appraisal of employees. ഓക്കെ, ഈ ഒരു കാര്യം ഓരോ എംപ്ലോയറെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ അക്കാദമിക്കും എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് നോക്കുന്നതോടൊപ്പം തന്നെ ഈ വൈകാരികമായിട്ടുള്ള പല മാനദണ്ഡങ്ങൾ വെച്ച് അവർക്ക് മറ്റുള്ളവരായിട്ട് ഇടപെടുക അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ട് എല്ലാവരോടും ഒന്നിച്ച് ഒഴിച്ചു നിന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ അത് മനസാക്ഷിക്ക് വിരുദ്ധമല്ലാതെ അതായത് ജോലിയോട് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥതാ ബോധം ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരതയുള്ളവര് അല്ലെങ്കിൽ തുറന്ന ഒരു സമീപനമുള്ള വ്യക്തിത്വമാണോ എന്നത് നമ്മൾ കൃത്യമായിട്ട് ആ പേഴ്സണെ ഓരോ എംപ്ലോയിയെയും അളന്ന് നോക്കേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് വേണം ജോലിയിലേക്ക് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ഇൻ കേസ് അവർ നല്ല ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ ഒന്ന് അപ്രൈസ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ പുകഴ്ത്തി അവർക്കുള്ള അവാർഡൊക്കെ കൊടുത്ത് എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയിയെ ജസ്റ്റ് അവര് വർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവര് വർക്ക് ചെയ്തു അതിൽ മാത്രം അവരുടെ സാലറി മാത്രം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുക, അത് മാത്രമല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ പേഴ്സണാലിറ്റിയെ നമ്മൾ വിലയിരുത്തി ആ പേഴ്സണാലിറ്റിനെ നമുക്ക് എന്തെങ്കിലും വികസിപ്പിച്ചു കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ
പ്രശംസിച്ച് കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അല്ലെ. തൊഴിലാളിയെ സംബന്ധിച്ച് കൂടുതൽ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. വേണ്ടിവരില്ലേ? വേണ്ടിവരുമോ? ഒരു ഓർഗനൈസേഷനിൽ അവരെ ഹാപ്പിയാക്കി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണോ? വേണം അല്ലെ. അവരെ ഹാപ്പിയാണ് എങ്കിൽ എന്താ പ്രത്യേകത? അവര് സിൻസിയർ ആയിട്ട് വർദ്ധിച്ചു അല്ലെ, നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർദ്ധിച്ചു, ഓർഗനൈസേഷനോട് ഒരു താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. സോ എന്താണ്, ഇതെല്ലാം തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള പേഴ്സണാലിറ്റിനെയൊക്കെ എപ്പോഴും കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. The individuals who exhibit traits associated with a strong sense of purpose, obligation, and persistence generally perform better than those who not. Okay, അതായത് ഇതിന് നമ്മൾ പറയാണ്, അതിന്റെ ഉദ്ദേശത്തോട് വേണമെങ്കിലും അല്ലെ, അവരുടെ കടമകളെല്ലാം അതായത് അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാനായിട്ട്, ഇൻ കേസ് കടമകളൊന്നും കെയർലെസ് ആയിട്ടല്ല, അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികളെല്ലാം നല്ല കൃത്യമായ രീതിയിൽ തന്നെ നിർവഹിച്ചു പോകണം അല്ലെ. ആ കടമകളൊക്കെ സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് നിർവഹിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ സ്വഭാവ സവിശേഷതയിലോട് കൂട്ടിച്ചേർന്ന് തന്നെ വേണം അവരെ വളർത്തിയെടുക്കാൻ അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ്, അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുകയാണ് അല്ലെ. അവർ എന്താണ് അവിടെ പറയുന്നത്? The individuals who exhibit traits associated with a strong sense അല്ലെ, അവിടെ ശക്തമായ ഒരു സെൻസിൽ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ, വ്യക്തിത്വങ്ങളൊക്കെ പ്രദർശിപ്പിച്ചു വരാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആക്കണം. ദെൻ അവര് നല്ല രീതിയിൽ കടമകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഇൻ കേസ് അപ്രൈസ് ചെയ്ത് അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴെന്താ പ്രത്യേകത? പെർഫോം ബെറ്റർ ദാൻ ദോസ് ഹു ഡു നോട്ട് അല്ലെ. അവർക്ക് കൂടുതലായിട്ട് ചെയ്തതിനേക്കാൾ അപ്പുറം അവർക്ക് നല്ല രീതിയിൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, വേണ്ടി വരില്ലേ? ഒരു എംപ്ലോയിക്ക് ജസ്റ്റ് സാലറി കൊടുത്തുകൊണ്ട് മാത്രം അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും തൊഴിലുടമ ശ്രമിക്കരുത് അല്ലെ. അവരുടെ എന്താണ് കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിൽ അവരെ അല്ലെ, അവരിൽ നിന്ന് ധാരാളം എനർജറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് പോംവഴി എന്നുള്ള കാര്യം എപ്പോഴും തീർച്ചയായിട്ടും എംപ്ലോയർ ശ്രദ്ധിക്കേണ്ടതാണ്. സോ അതിനനുസരിച്ചിട്ട് അവരുടെ വ്യക്തിപരമായിട്ട് തന്നെ അവരെ വീക്ഷണം ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇറക്കി പറയാറുണ്ട്, കേസ് അവർക്ക് തൊഴിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവായിരിക്കും. കേസ് ട്രെയിനിങ് പാക്കേജസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവർ കൂടുതൽ ഇനീഷ്യേറ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഒരു പക്ഷെ ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അല്ലെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത്. സോ അവരെ എന്താണ് പരസ്പരം എന്താണ് ഒരു നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവരെ മാക്സിമം കംഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവും. ഓക്കെ, ക്ലിയർ അല്ലേ ഈ ഭാഗം? ഓക്കെയാണോ? ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അതില് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആറ്റിറ്റ്യൂഡിന് ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിനുശേഷം ഓരോരോ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് കമ്മിറ്റ്മെന്റ്, ഇൻവോൾവ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങൾ. അതായത് ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയിയുടെ പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ വ്യാപൃതമാക്കണം അല്ലെ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഇരിക്കുന്നവര് വെറുതെ കുറച്ച് സാലറി കൊടുത്തല്ലേ, കൃത്യമായിട്ടുള്ള സാലറി കൊടുത്ത് അവരെ യൂട്ടിലൈസ് ചെയ്യാല, അവരിൽ നിന്ന് മാക്സിമം എത്രത്തോളം വർക്ക് ചെയ്തെടുക്കാൻ പറ്റും, അവരെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് ആ കമ്പനിയെ തന്നെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണകളൊക്കെയാണ് ഇത് മനസ്സിലാക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ അവിടെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായാൽ, അതായത് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് എത്ര തരത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. പെർഫോമൻസ് അല്ലെ കൂട്ടിയെടുക്കാനായിട്ട് നമുക്കറിയാം, നല്ല ബെറ്റർ സെലക്ഷൻ നടത്താനായിട്ട്, ട്രെയിനിങ് നടത്താനൊക്കെ ഈ ഒരു ഡയമെൻഷൻസ് ഒക്കെ
യൂട്ടിലൈസ് ചെയ്താൽ സാധിക്കും എന്നുള്ളത് നോട്ട് ചെയ്തെടുക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആറ്റിറ്റ്യൂഡാണ്. മനോഭാവങ്ങൾ അല്ലെ, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മനോഭാവങ്ങൾ. ഓക്കെ, ഒരു വ്യക്തിയെ ഒരു തൊഴിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നമുക്കറിയാം പല രീതിയിൽ അതിനെ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആ തൊഴിലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ എന്ത് കേസാണ് അല്ലെ, ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ചില ആക്സിഡന്റ് കേസ് വരുമ്പോൾ ചിലർക്ക് ചില മനോഭാവങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് പക്ഷെ വേറൊരു തരത്തിലുള്ള മനോഭാവമായിരിക്കും. അവരുടെ വൈകാരികമായിട്ടുള്ള മനോഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ, നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഫീലിങ്സോ എന്തെങ്കിലുമൊക്കെ ഉളവാകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലരുടെ മനോഭാവത്തില് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ഇപ്പൊ ഇൻ കേസ് സഹോദരനെ പോലെ തന്നെ കാണുന്ന ഒരു പേഴ്സൺ ആണ് വരണമെങ്കിൽ, ഒരു ആക്സിഡന്റൽ കേസിൽ വരണമെങ്കിൽ, അപ്പോ ആ ഒരു നഴ്സിന് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കില്ല മറ്റേ അല്ലെ നാച്ചുറലി വരുന്ന ഒരു പേഷ്യന്റ് എന്നുള്ള ഒരു മനോഭാവമുള്ള നഴ്സിന് ഉണ്ടായിരിക്കില്ല. വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവോ? എന്റെ സഹോദരന്റെ അതേ ഒരു മുഖഭാവമൊക്കെയുള്ള ഒരു പേഴ്സൺ ആണ്, കാണുമ്പോ ആ മനോഭാവവും നാച്ചുറലി ഒരു പേഷ്യന്റ് വരുന്ന ഒരു മനോഭാവം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മനോഭാവം വ്യത്യസ്തമാണ് അല്ലെ. ഒരു എല്ലാ പേഷ്യൻസ് തന്നെയാണ്, പക്ഷെ ഡ്യൂട്ടി ചെയ്യുന്ന എംപ്ലോയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും വ്യത്യസ്ത പേഷ്യൻസിനെ കാണുന്നത്. അത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെയും മനോഭാവത്തിന്റെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ പേഴ്സൺസിലും വ്യത്യസ്തമായ മനോഭാവങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ പ്രൂവ് ചെയ്ത് പോകുന്നത്. അപ്പോ തന്നെ മൂവ് ചെയ്ത് പോവാം. Simply explained, an attitude is an individual's point of view or an individual's way of looking at something. Or to be more explicit, an attitude may be explained as the mental state of an individual which prepares him to react or make him behave in a particular predetermined way. Okay, മനോഭാവം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? ഇൻഡിവിജ്വൽസ് പോയിന്റ് ഓഫ് വ്യൂ or an individual's way of looking something അല്ലെ. നമുക്കറിയാം സിംപിളി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത മനോഭാവങ്ങളുണ്ട്. ഒരു ലുക്ക് ചെയ്യുന്നത് അല്ലെ, ഓരോ വ്യക്തിയും നോക്കുന്ന വീക്ഷണകോണിനെയാണ് മനോഭാവം എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കൂടി വിശാലമായിട്ട് more എക്സ്പ്ലിസിറ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ an attitude may be explained as the mental state of an individual which prepares him to react or make him behave in a particular predetermined way. Okay, നേരത്തെ അവനുള്ള ഒരു അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സഹോദരനെ പോലെ കാണുന്നതിന് കാരണം അവന്റെ മൈൻഡിൽ ഒരു സഹോദരന്റെ മുഖച്ഛായ ഉള്ളത് കൊണ്ടാണ്. അതല്ല ഒരു പേഷ്യന്റിന് വരുന്നത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് പ്രീഡിറ്റർമിൻഡ് ആയിട്ട് ആ വ്യക്തിയോട് ആ നഴ്സുമാര് പ്രതികരിക്കുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ ഡ്യൂട്ടിയിലേക്ക് വ്യാപൃതമാണ്. അപ്പൊ മേ ബി എക്സ്പ്ലെയിൻഡ് ആസ് ദ mental state of an individual which prepares him to react അല്ലെ, അവര് പ്രതികരിക്കുന്നു or make him behave in a particular predetermined way. നേരത്തെ കൂട്ടിയുള്ള ഒരു വീക്ഷണകോൺ ഉള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തിയോടും ഓരോ രീതിയിൽ പ്രതികരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് എന്ന് പറയുന്നത് മനോഭാവം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനോഭാവം എന്താണെന്നുള്ള ഒരു മീനിങ് ാണോ? നമുക്കൊരു സംഭവത്തിനോട് ഉണ്ടാകുന്ന ഒരു മനോഭാവം അല്ലെ, ഓരോ വ്യക്തിക്ക് വ്യത്യസ്ത മനോഭാവങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. Then an attitude is defined as a learned predisposition to respond in a consistently favorable, unfavorable manner with respect to a given object. ഓക്കെ, അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒബ്ജക്റ്റില് ഫേവറബിൾ ആയിട്ടോ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു മനോഭാവം, ഒരു റെസ്പോണ്ട് ഓരോ വ്യക്തിക്കും ഉണ്ടാവാം അല്ലെ. നമ്മൾ പറഞ്ഞു വ്യത്യസ്ത മനോഭാവങ്ങളാണെന്നുള്ളത് അല്ലെ. അപ്പൊ ചിലർക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള മനോഭാവം ഉണ്ടാവാം, ചിലർക്ക് അല്ലെ പ്രതികൂലമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. Then are complexes of beliefs and feelings that people have about specific ideas, situations or other people. Okay, നമുക്കറിയാം ഓരോ അല്ലെ ഒരു കാര്യം വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും
ഓരോ ഐഡിയാസും ഓരോ കാര്യങ്ങളൊക്കെ വ്യത്യസ്ത മനോഭാവത്തോട് കൂടിയിട്ടാണ് ഓരോ പീപ്പിൾസിനും ഉണ്ടായിരിക്കുക. Attitude are important because they are the mechanism through which most people express their emotions. Okay, മനോഭാവം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ആ മനോഭാവം എന്താണോ അത് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും അവര് വൈകാരികമായിട്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കുന്നത്. ഓക്കെ, ചിലര് നമുക്കറിയാം ഓരോ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു കേരള ഫേവറബിൾ ആയിട്ടുള്ള ഒരു മനോഭാവം ആണെങ്കിൽ എന്താണ് അവരുടെ പ്രതികരണശേഷിയും അത് തന്നെയായിരിക്കും അല്ലെ. അതേസമയം ഫേവറബിൾ ആയിട്ടുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ അവരുടെ റിസൾട്ട് അവര് പ്രതികരിക്കുന്നതും അതിനോട് ചേർന്ന വിധത്തിലുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാവുക. മോർ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മനോഭാവം എന്ന് പറയുന്നത് ഏതൊരു പേഴ്സണാലിറ്റിയുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മനോഭാവങ്ങളുടെ കമ്പോണൻസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് മനോഭാവം എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോവുക. എന്താ പറയുന്നത്? ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലേൺഡ് predisposition to respond in a consistently favorable, unfavorable manner with respect to a given object. Okay, by heart പഠിക്കണമെന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാൻ എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പ്രീഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ മനോഭാവം എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയാൻ കാരണം ആ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സഹോദരന്റെ മുഖച്ഛായ ഉണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കും ആ പേഷ്യന്റിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അതേസമയം മറ്റൊരു പേഴ്സൺ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയുടെ ഒരു രീതിയിലായിരിക്കും ആ ഒരു പേഷ്യന്റിനോട് പെരുമാറുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നഴ്സുമാരെ എപ്പോഴും എല്ലാവരും പറയാം സമൂഹത്തിനെ പോലെ, സഹോദരിയെ പോലെ, മമ്മിയെ പോലെയൊക്കെ തന്നെ പെരുമാറണം തന്നെയാണ് അല്ലെ. അത് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടരുമുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഭാവം എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേ, ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ണോ? Components of attitude നോക്കുകയാണെങ്കിൽ attitudes consist of 3 elements, namely the affective component, cognitive component and intentional component. 3 components ആണ് എന്തിലുള്ളത്? ആറ്റിറ്റ്യൂഡിലുള്ളത്. ഈ ടേംസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകണം. കാരണം എനിക്കിപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. മനോഭാവം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കുക. കമ്പോണൻസ് ആറ്റിറ്റ്യൂഡ് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? അഫക്റ്റീവ് കമ്പോണന്റ്, കൊഗ്നിറ്റീവ് കമ്പോണന്റ് ആൻഡ് ഇന്റൻഷണൽ കമ്പോണന്റ്. ആ 3 പേരും ഒന്ന് ഓർത്ത് വെച്ച് 3 എലമെന്റ്സുകളും. ഇനി നമ്മൾ ആ ഒരു എക്സാമ്പിളിലേക്ക് വരാം. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ആ എക്സാമ്പിളിലേക്ക് നോക്കാം. നമ്മള് എഫക്റ്റീവ് കമ്പോണന്റിൽ പറയുന്നത് എന്ത് തോന്നുന്നു, ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് വന്ന ആ ഒരു പേഴ്സണുമായിട്ട് എന്താണ് തോന്നുന്നത്? ഓക്കെ, സാധാരണ രീതിയിലുള്ള പേഷ്യന്റ് റിലേഷൻഷിപ്പ് ആണോ, അതല്ല മറ്റൊരു മനോഭാവം അവിടെ വരുന്നുണ്ടോ? ഓക്കെ, അതനുസരിച്ചിട്ടായിരിക്കും എങ്ങനെ പെരുമാറുന്നു. നാച്ചുറലി നമുക്കറിയാം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എല്ലാവരും ഒരുപോലെ തന്നെ പെരുമാറും. പക്ഷെ കുറച്ചും കൂടി അഫെക്ഷൻ ഒരു പ്രത്യേകമായ ഒരു ലവ് ഓഫ് അഫെക്ഷൻ അവിടെ എന്തായാലും ആ ഒരു വ്യത്യസ്തമായ മനോഭാവമുള്ള പേഴ്സൺ അവിടെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അങ്ങനെ മനോഭാവം വരുന്നു എന്നുള്ളത് നമുക്കറിയാം. നേരത്തെയുള്ള ആ ഒരു സഹോദരന്റെ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആ മനോഭാവം അല്ലെ, ആ ഫീലിങ്സ് എന്താണെന്ന് എന്ത് തോന്നുന്നു എന്നുള്ളതാണെങ്കിൽ, കൊഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ആ ഒരു പേഷ്യന്റിനോട് എങ്ങനെ പെരുമാറുന്നു. ആൻഡ് ഇന്റൻഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, എന്ത് തോന്നുന്നു. അഫക്റ്റീവ് കമ്പോണന്റ്, കൊഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ഇന്റൻഷണൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു. സോ ആ ഒരു മനോഭാവം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അല്ലെ.
നാച്ചുറലി ഒരേപോലെ തന്നെ നഴ്സുമാർ എല്ലാവരും തന്നെ നമ്മൾ ഒരേപോലെ തന്നെ പേഷ്യന്റ് എന്നുള്ളൊരു കൺസിഡറേഷൻ എല്ലാവരും വന്നത് ഒരു ചെറിയ വേരിയേഷൻ വന്നു അല്ലെ. ആ ഒരു സംഭവത്തിന്റെ മുഖച്ഛായ ഫീൽ ചെയ്തുകൊണ്ട് ഒരു ചെറിയ വേരിയേഷൻ അവിടെ വന്നു. സോ അതാണ് ഇന്റൻഷൻ, എന്തുകൊണ്ട് അങ്ങനെ അവിടെ പെരുമാറുന്നത്. ഓക്കെ, നാച്ചുറലി ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനിലെ കമ്പനികളിലൊക്കെ നമ്മൾ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഡ്യൂട്ടി അല്ലെ, ആ ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടിയോട് നമുക്ക് എന്ത് തോന്നുന്നു, നമ്മൾ ആ ഡ്യൂട്ടി അനുസരിച്ചിട്ട് എങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് ആ ഡ്യൂട്ടിക്ക് അവിടെ അല്ലെ പ്രത്യേകമായിട്ട് പെരുമാറാനായിട്ടുള്ള മനോഭാവം കാണിക്കുന്നു. ചിലർക്ക് എന്തുകൊണ്ട് ആ ഡ്യൂട്ടി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്താണ്, അവർ നല്ല രീതിയിൽ പെരുമാറും, റിയാക്ട് ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഡ്യൂട്ടി ആണെങ്കിൽ എന്താണ്, അവര് അല്ലെ അത്രയും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും ആ ഡ്യൂട്ടിയോട് പ്രതികരിക്കുന്നത്. കാരണം അത്രയും അല്ലെ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നല്ല രീതിയിൽ അവര് സിൻസിയർ ആയിട്ട് പെരുമാറണമെന്ന്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മനോഭാവം എന്താണോ അല്ലെ അത് കൃത്യമായിട്ട് നമുക്കറിയാം. അറിയാവുന്ന ഡ്യൂട്ടികൾ നമുക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, നമ്മൾ അതനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യും. സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവര് വളരെ താല്പര്യപൂർവ്വം ആ ഡ്യൂട്ടി ചെയ്യും. സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ എന്താണ്, ആ ഡ്യൂട്ടിയോട് താല്പര്യപൂർവ്വം അവര് പെരുമാറണം. ശരിയല്ലേ? ആണോ? ശരിയാണോ? ശരിയാണോ? സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ അവരും അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ എന്താണ് പോയിന്റ്സ് കണ്ടെത്തേണ്ടത് അല്ലെ. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്തുകൊണ്ടില്ല, ആ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും താഴേക്ക് പോരുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചു പോലത്തെ എല്ലാം അത് തന്നെയാണ്. കോഗ്നിറ്റീവ് കമ്പോണൻസ്, ഇന്റൻഷൻ കമ്പോണന്റ്, ആക്റ്റീവ് കമ്പോണൻസ് ഒക്കെ താഴേക്ക് നമ്മൾ പഠിച്ചു പോരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ എന്താണ് പറഞ്ഞു പോകുന്നത്, അവിടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ ആ ഡ്യൂട്ടിയോട് പെരുമാറാനായിട്ട് അവർ തയ്യാറാവില്ല. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, എംപ്ലോയർ അല്ലെങ്കിൽ എന്താണ് ഡിസ്ട്രിക്ട് ലെവലുള്ളവർ ചിന്തിക്കണം, ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ അവർക്ക് ഈ വർക്കുകളെ എങ്ങനെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം അല്ലെ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണോ, ആ ഒരു രീതിയൊക്കെ അവിടെ ആലോചിക്കാം. അതനുസരിച്ചിട്ടുള്ള രീതികളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനോഭാവങ്ങളിലെ വ്യത്യസ്തത വരും. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയൊക്കെ അവലംബിച്ചു കൊടുക്കുമ്പോഴെന്താണ് അവര് പരസ്പരം ഡിസ്കസ് ഒക്കെ ചെയ്ത് ആ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ നല്ലൊരു മനോഭാവം എങ്ങനെ ഉണ്ടാക്കി തീർക്കാം എന്നതിനെ പറ്റി തീർച്ചയായിട്ടും അവര് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ കോഗ്നിറ്റീവ് കമ്പോണന്റ് ആൻഡ് ഇന്റൻഷൻ കമ്പോണന്റ് അല്ലെ, നമ്മൾ 3 എലമെന്റ്സ് പറഞ്ഞു, നെയിംലി അഫക്റ്റീവ് കമ്പോണന്റ്, കോഗ്നിറ്റീവ് കമ്പോണന്റ് ആൻഡ് ഇന്റൻഷൻ കമ്പോണന്റ്. ഇനി നമ്മൾ ഈ പറഞ്ഞ കമ്പോണൻസിനെ കുറിച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അഫക്റ്റീവ് കമ്പോണന്റ്, ഹൗ വി ഫീൽ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ജസ്റ്റ് അത് സൂചിപ്പിച്ചത്. ഹൗ ഫീൽ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ഒരു ഫീൽ ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു കാര്യം വരുമ്പോൾ എല്ലാ വ്യത്യസ്ത എംപ്ലോയീസിന് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങളാണ് ഉണ്ടാവുക. എങ്ങനെ ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് അല്ലെ. നമുക്ക് ചിലർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ആ ജോലി ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, അവർക്ക് അത് അറിയാവുന്ന മാറ്റർ ആയിരിക്കും. ചിലർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ചിലർ ഈ പറഞ്ഞ നഴ്സിംഗ് ഡ്യൂട്ടികളൊക്കെ ആവുമ്പോൾ ചില പേഴ്സൺസിനോട് ഒരു വൈകാരികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോടുകൂടിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊരു മനോഭാവം ഉണ്ടാവാം. Okay, then intention component എന്ന് പറയുമ്പോൾ how we intended to behave towards the situation. ഈ സിറ്റുവേഷനോട് എങ്ങനെ അവര് പെരുമാറുന്നു. ഓക്കെ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ സിറ്റുവേഷൻസിൽ അല്ലെ, നമ്മൾ ഇൻ കേസ് നമ്മളിപ്പോ ഒരു പേഴ്സണെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നമുക്ക് ഡ്യൂട്ടിയിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നടക്കണമെങ്കിൽ ഡ്യൂട്ടിയിൽ ഏൽപ്പിക്കുമ്പോൾ ഓരോരുത്തരും വരുന്നു, ഓരോരുത്തരും എങ്ങനെയാണ് പെരുമാറുന്നത് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് ചില രീതികളിൽ പെരുമാറാനായിട്ടുള്ള ശേഷി കൂടുതലായിരിക്കും അല്ലെ. നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ മനോഭാവം അനുസരിച്ചിട്ട് അവരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവിടെ റിയാക്ട് ചെയ്യും. കോഗ്നിറ്റീവ് കോമ്പോണന്റ് എന്ന് പറയുമ്പോൾ വൈ ഡു വി ഫീൽ ദാറ്റ് വേ, എന്തുകൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ ഫീലിങ്സ് വരുന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ജോലി ഏൽപ്പിക്കുമ്പോഴും ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവാം. ആ എംപ്ലോയീസുകൾ എല്ലാവരും തന്നെ ഒരുപോലെ തന്നെ നല്ല മനോഭാവത്തോട് കൂടി ഇരിക്കണമെന്നില്ല. സോ
ഈ മനോഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. Okay, the affective component of an attitude reflects the feelings and emotions that an individuals have towards a situation. Okay, അപ്പൊ നമ്മൾ കണ്ടു 3 എലമെന്റ്സ് ആണ് ഉള്ളതെന്ന് കണ്ടു. ഏതൊക്കെ എലമെന്റ്സ് ആണ്? ഏതൊക്കെ എലമെന്റ്സ് ആണ് പറയുന്നത്? ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പേപ്പേഴ്സ് തന്നെ പഠിച്ചു പോകാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞേ മെസ്സേജ് അയക്കാം. ഫസ്റ്റ് എലമെന്റ് ഏതാ? ഫസ്റ്റ് എലമെന്റ് ഏതാ? affective component. Then affective component കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? affective component. Then next element നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞോട്ടെ നോക്കിയിട്ടാണ് ഇത് കളിക്കുന്നത്. ഓക്കെ, 3 എലമെന്റും ഒക്കെ ആക്കി. അതായത് എന്താണ് അഫക്റ്റീവ് കമ്പോണന്റ്, കോഗ്നിറ്റീവ് കമ്പോണന്റ്, ഇന്റൻഷ്യൽ കമ്പോണന്റ്. 3 എലമെന്റ്സും ഒക്കെയാണ് അല്ലെ? കോഗ്നിറ്റീവ് കമ്പോണന്റ് ഓക്കെ, വിട്ടുപോയത് കോഗ്നിറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് വേണ്ട എഫക്റ്റീവ് കമ്പോണന്റ്, നെക്സ്റ്റ് വേണ്ട കോഗ്നിറ്റീവ് കമ്പോണന്റ്, തേർഡ് വേണ്ട ഇന്റൻഷ്യൽ കമ്പോണന്റ്. അതിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്പോണന്റ് ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫക്റ്റീവ് കമ്പോണന്റിൽ ഒരു ജസ്റ്റ് ലൈനിലായിട്ട് നിർവഹിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ വി ഫീൽ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനോട് എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു അല്ലെ, അതിനാണ് ആ ഒരു ഫസ്റ്റ് എലമെന്റ് പറയുന്നത്. നമ്മൾ ഏതൊരു സംഭവമാണെങ്കിലും നമ്മുടെ മൈൻഡിൽ നമ്മൾ അല്ലെ, ഏതൊരു ആശയമാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും നമ്മൾ എങ്ങനെ എന്താണ് ഫീലിങ്സ് വരുന്നത്, എന്ത് മനോഭാവമാണ് നമുക്ക് തോന്നുന്നത്, അതാണ് എന്ത് പറയുന്നത് അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇതാണ് അഫക്റ്റീവ് കമ്പോണന്റ്. അതായത് സ്വാധീനിക്ക ഘടകം. എന്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ടാവും, നമുക്ക് ആ മനോഭാവം ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്. ആ എക്സാമ്പിൾ പറയുമ്പോൾ ആക്സിഡന്റ് കേസ് വരുമ്പോൾ ആ വ്യക്തിയെ അല്ലെ, ആ വ്യക്തിയുടെ സ്വാധീനത്തിൽ വരുന്നത്, അവരുടെ മനോഭാവത്തിൽ നേരത്തെ കൂട്ടി ഒരു പിക്ചർ ഉണ്ട് അല്ലെ, ആ പിക്ചർ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ ഒരു സഹോദരനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ സ്വാധീനിക ഘടകം ഇതാണ് അഫക്റ്റീവ് കമ്പോണന്റ്. ഇന്റൻഷൻ കമ്പോണന്റ്, ആ ഏൽപ്പിച്ച അങ്ങനെ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയുടെ മുമ്പിൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് പെരുമാറുന്നത്, റിയാക്ട് ചെയ്യുന്നത് മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും അവര് റിയാക്ട് ചെയ്യുന്നത്. ഏതൊരു ജോലിയാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഡ്യൂട്ടിയുമായിട്ടുള്ള ഒരു മനോഭാവം, നല്ല മനോഭാവം ഉണ്ടെങ്കിലാണ് അവൻ നല്ല രീതിയിൽ പെരുമാറുന്നത്. സോ നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് കമ്പോണന്റ്. വൈ ഡു വി ഫീൽ ദാറ്റ് വേ? എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്? 3 കമ്പോണന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് എന്താ പറയുക, 1 ലൈൻ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീണ്ടും കുറച്ചും കൂടി അല്ലെ, കുറച്ചും കൂടി വിവരണാത്മകമായ രീതിയിൽ നോക്കാം. The affective component of an attitude reflects the feelings and emotions that an individual has towards a situation. ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അവരുടെ വൈകാരികമായിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെയാണ് അവന് മനോഭാവങ്ങളായിട്ട് തോന്നിക്കുന്നത്. Then next, the cognitive element of an attitude is developed from knowledge that an individual has about a situation. Okay, അവന്റെ അറിവാണ് അവൻ പ്രതികരിക്കുന്നത് അല്ലെ. അവൻ ഇൻ കേസ് സഹോദരനെ പോലെ തോന്നിയിട്ട് അവനോട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, അവന് അറിവുണ്ടാവണം, എന്നാലല്ലേ അവനെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റും. സോ നോളജ് ഉണ്ടാവണം അല്ലെ, തീർച്ചയായിട്ടും ആ നോളജ് ആണ് അവിടെ പ്രതികരിക്കുന്നത്. ഇൻ കേസ് ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു ഡ്യൂട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ നോളജ് അനുസരിച്ചിട്ട് അതിനോട് റിയാക്ട് ചെയ്യും. Then finally, the initial components of an attitude reflects how an individual expected to behave towards or in the situation. ആ സിറ്റുവേഷനോട് എന്തുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് പ്രതികരിക്കുന്നത്.
ഇൻ കേസ് ദാറ്റ് ആക്സിഡന്റൽ കേസ് ആണെങ്കിലും അവൻ സഹോദരനെ പോലെ തോന്നിക്കുന്നത് കൊണ്ട് അവൻ നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് പ്രകടിപ്പിക്കുന്നു. അതല്ല എങ്കിലും സാധാരണ ഒരു പേഷ്യന്റിനോട് കാണിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പൊ ഇവിടെ ജോലി റിലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം വ്യത്യസ്ത രീതിയിലുണ്ട്. ഒരു ജോലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് പ്രതികരിക്കും. അറിയാത്ത ജോലിയാണെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും അവിടെ പ്രതികരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപാരം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 3 എലമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഒന്ന് എന്താണ് നമുക്കറിയാം, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അഫക്റ്റീവ് കമ്പോണന്റ്, ദെൻ ഇന്റൻഷണൽ കമ്പോണന്റ്, ദെൻ കോഗ്നിറ്റീവ് കമ്പോണന്റ്. അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത്, ദെൻ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു, ദെൻ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കുന്നത്. Okay, then for example, attitude towards a company that provides products consistently and of low quality could be described as follows. Quality കുറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് അതിനോടുള്ള മനോഭാവം എന്ന് നോക്കാം. I don't like that company. Affective component. Okay, ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മനോഭാവം, ആ കമ്പനി മോശം കമ്പനിയാണ്, I don't like the company എന്നാണ് എന്റെ മനോഭാവത്തിനുള്ളത്. They are the worst supplier from I have ever dealt with. Okay, cognitive component. അവരുമായിട്ട് യാതൊരു ഇടപാടിനും ഞാൻ തയ്യാറാവുന്നില്ല, കാരണം എനിക്ക് നല്ല മനോഭാവം ആ കമ്പനിയോട് ഇല്ല. I will never do business with them. അല്ലെ, ഇന്റർനാഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയാവുന്നത്? നേരത്തെ കൂടി എനിക്ക് നല്ല ധാരണയുണ്ട് ആ കമ്പനിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നേരത്തെ കൂടി എവിടെയെങ്കിലും സെയിലൊക്കെ ചെയ്തിട്ട് മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. ആ ധാരണയുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്, ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഈ മനോഭാവം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിലേക്ക് വന്നപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതാണ്, അതായത് നമ്മളൊരു കമ്പനിയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടാവും. അപ്പൊ നേരത്തെ കൂട്ടി നമുക്ക് നല്ല ധാരണകൾ ഉണ്ടെങ്കിൽ അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ ആ കമ്പനിയുടെ ആ ഒരു മനോഭാവം കാണിക്കുന്നതും ആ രീതിയിൽ അതിനോട് പെരുമാറുന്നത്. Okay, then people try to maintain consistently among 3 components of their attitude. However, situation can occasionally occur that result in a conflict. നമുക്കറിയാം അവിടെ ഈ കമ്പോണൻസ് ആയിട്ട് അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം മനോഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സിറ്റുവേഷൻസ് ഒക്കേഷനിലെ അവിടെ നമുക്കറിയാം ചിലപ്പോൾ തർക്കങ്ങളിലൊക്കെ കൂടിയായിട്ടായിരിക്കും അത് ആ മനോഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. The conflicts that the individuals may experience among their own attitude is called cognitive dissonance. Okay, നമുക്കറിയാം ഇതില് അല്ലെ ഓരോ ഇൻഡിവിജ്വലിനും വ്യക്തപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ മാറ്റി അല്ല അങ്ങനെയല്ല, ഈ നല്ല കമ്പനിയാണ്, ഞാൻ വെച്ചിട്ട് ഇങ്ങനെയായിരുന്നല്ലോ അല്ലെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം, തർക്കങ്ങളും ഉണ്ടാവാം. കാരണം എന്റെ അനുഭവം ഇതാണ്, പക്ഷെ നിങ്ങളുടെ അനുഭവം അതായിരിക്കാം അല്ലെ. നമ്മൾക്ക് ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഓരോരുത്തരുടെയും മനോഭാവങ്ങൾ വ്യത്യസ്തമാണ്. അവരുടെ അനുഭവങ്ങൾക്ക് അനുസരിച്ച് അവരുടെ മനോഭാവങ്ങൾക്കും വ്യത്യസ്തതയുണ്ടാവാം. ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവോ? യെസ്, ഉണ്ടാവും അല്ലെ. അവരുടെ വ്യക്തികൾക്കുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മനോഭാവങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ മനോഭാവത്തിൽ അനുഭവിച്ചേക്കാവുന്ന സംഘർഷങ്ങൾ ഉണ്ടാവും. ആ സംഘർഷങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, സംഘർഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്റെ മനോഭാവം അനുസരിച്ചിട്ടല്ലല്ലോ അവൻ പറയുന്നത്, അവന്റെ മനോഭാവത്തിന് വ്യത്യസ്തതയാണല്ലോ. അപ്പൊ ശരി ഏതാണ് അല്ലെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഒരു മാനസികമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാം. അതിനെ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി പോകേണ്ടതുള്ളൂ. അപ്പൊ മനോഭാവം എന്താന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. വ്യത്യസ്ത മനോഭാവങ്ങൾ വ്യത്യസ്തമായ വ്യക്തികൾക്ക് ഉണ്ടാവാമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഓരോ വ്യക്തിയെ മനോഭാവം അനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന അല്ലെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും അവന്റെ മനോഭാവം, അല്ലെങ്കിൽ അവന്റെ അറിവിനനുസരിച്ചിട്ടായിരിക്കും അവൻ അത് പ്രകടമാക്കുന്നത്. തീർച്ചയായിട്ടും ഈ മനോഭാവങ്ങളും മാറ്റങ്ങളും തർക്കങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാരണം ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അനുഭവമായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അതനുസരിച്ചുള്ള മനോഭാവങ്ങളുടെ വ്യത്യസ്തതയാണ് തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത.
Then attitude formation and changes. Okay, നമ്മള് ഇനി കുറച്ചും കൂടി ഇനി ആറ്റിറ്റ്യൂഡ് ആയിട്ട് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പറയാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുവരെയും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു പോവുക. കമ്പോണൻസ് ഓഫ് എലമെന്റ്സ് അല്ലെ, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചതിന് പോവുക. എലമെന്റ്സുകൾ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോകട്ടോ. അഫക്റ്റീവ് കമ്പോണന്റ്, ഇന്റൻഷൻ കമ്പോണന്റ്, കോഗ്നിറ്റീവ് കമ്പോണൻസ്, അങ്ങനെ 3 എലമെന്റ്സ് ആണ്. എന്താണ് അഫക്റ്റീവ് കമ്പോണൻസ് എന്നൊക്കെയുള്ളത് ജസ്റ്റ് നോക്കാം. ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ടുവേർഡ്സ് എ സിറ്റുവേഷൻ അല്ലെ, അതാ ആ ഒരു കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഡെവലപ്പ് നോളജിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ട് കോഗ്നിറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അപ്പൊ ഇങ്ങനെ 3 അല്ലെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുക. ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ചസ്. ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ മാറാനായിട്ട് സാധ്യതയില്ലേ? ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള മനോഭാവം എനിക്കുണ്ടാവുന്ന മനോഭാവത്തെ വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നല്ല അനുഭവങ്ങളും വരുമ്പോഴേ നമ്മൾ മനോഭാവങ്ങളെ മാറ്റും ഇല്ലേ? ഓക്കെ, അപ്പൊ അത് ഏത് രീതിയിലാണ്? വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാവാം. പല രീതിയിൽ ഈ മനോഭാവങ്ങൾക്ക് മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. Individual attitude is formed over time as a result of a repeated personal experience with the ideas, situations or people. വ്യക്തികൾ വഴിയോ സിറ്റുവേഷൻസ് വഴിയോ മറ്റേതെങ്കിലും ഐഡിയ ഒക്കെ വഴി നമുക്ക് മനോഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ ആ ഫീലിംഗ്സിലൊക്കെ വ്യത്യസ്തത വരാം. Attitude that are constantly specific and learned are a crucial way to understanding individual behavior in organizations. Okay, ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ മനോഭാവങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ലേൺ ചെയ്യാം. ഓരോ വ്യക്തിയെ കുറിച്ചിട്ടാണെങ്കിൽ അവരുടെ ആ മനോഭാവങ്ങൾ അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ഇത് കൈകാര്യം ചെയ്യുന്നതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മനോഭാവം അതൊക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതാണ്. Our attitude can shift due to the introduction of a new information. Okay, നമ്മൾ പറഞ്ഞു അത് ഷിഫ്റ്റ് ആവാം അല്ലെ, പുതിയ രീതിയിൽ തന്നെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. A manager may have a negative attitude about a new employee because of his lack of a job-related experience. In case മാനേജറിന് എപ്പോഴും മാനേജേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഓർഗനൈസേഷനിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. കമ്പനിയിലൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ റയറായിട്ടൊക്കെ ആയിരിക്കും ഓഫീസിലൊക്കെ വരുന്നത് അല്ലെ. അവര് വീട്ടിലിരുന്നോണ്ടാണെങ്കിൽ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പോകുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. സോ ഒരു വർക്കറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോ റോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവാം. മനോഭാവം അല്ലെ, ഈ ഒരു എംപ്ലോയി അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല എന്നൊക്കെ ഉള്ള ഒരു മനോഭാവം ആ വ്യക്തിയെ കുറിച്ചിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് കൃത്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റർ തന്നെയാണ്. കാരണം നമുക്കറിയാം ചിലപ്പോഴൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനെയൊക്കെ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആണ് വെക്കണമെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ്.
സോ നമുക്ക് എന്താണ് അവിടെ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ്, ആഫ്റ്റർ വർക്കിംഗ് വിത്ത് എ ന്യൂ പേഴ്സൺ ദ മാനേജർ മേ കംസ് ടു റിയലൈസ് that he is actually very talented and subsequently may develop a more positive attitude towards him. Okay, after working അവരോടൊപ്പം തന്നെ ആ എംപ്ലോയിയോടൊപ്പം തന്നെ വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓക്കെ അദ്ദേഹം അത്യാവശ്യം നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്രമമായ മാറ്റം മാനേജറിലും ഉണ്ടാവുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് ധരിച്ചിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതെ ഒരുപക്ഷെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ അങ്ങനെ തോന്നിപ്പോവാം. ഫെയറായിട്ടൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് ആ സമയത്തൊക്കെ ചിലപ്പോഴാണെങ്കിൽ ആ എംപ്ലോയി അല്ലെ അധികം നല്ല രീതിയിലുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള വർക്കായിരിക്കും ചിലപ്പോൾ പ്രകടമാക്കുന്നത്. ആ ടൈമിലൊന്നും ചിലപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ വ്യക്തിയെ കുറിച്ചിട്ട് നല്ലൊരു മനോഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് അവിടെ എടുത്ത് പറയുന്നത്. ക്ലിയറല്ലേ? ഏതാണോ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച്? ാണോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. മാറ്റങ്ങൾ എന്തായാലും വ്യത്യസ്തമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മളാണെങ്കിലും അതെ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചിട്ടുള്ള ധാരണകൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു പ്രാവശ്യം ചിലപ്പോൾ പക്ഷെ നമ്മള് അല്ലെ കൈപ്പറ്റിയിരിക്കുന്ന പർച്ചേസ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ ചിലപ്പോൾ ശരിയാവാം. പക്ഷെ നെക്സ്റ്റ് ഏതെങ്കിലും മറ്റു ടൈമുകളിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല സാധ്യതകളാവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് മനോഭാവം ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് ആണ് അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുന്നത്. എന്താണ് വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് പറയുന്നത്? ഇൻഡിവിജ്വൽസ് in an organization hold attitudes towards various matters about their salary, promotion, possibilities, superior benefits, food in the canteen, uniform, etc. ഓക്കെ, അപ്പൊ നമ്മള് ഓർഗനൈസേഷനെ സംബന്ധിച്ചും വ്യക്തികൾക്കും വ്യത്യസ്ത മനോഭാവങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ സാലറിയാണ് കിട്ടുന്നത്, പ്രൊമോഷൻ ആക്കി കിട്ടുക ലേറ്റ് ആയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ സുപ്പീരിയറിന്റെ രീതിയൊക്കെ എന്തെങ്കിലും ഉറപ്പാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ബെനിഫിറ്റ്സ് അല്ലെ അധികം എംപ്ലോയിക്ക് അധികം ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകുന്നില്ല, ഫുഡിന്റെ ക്യാൻറ്റീൻ ഒക്കെ നല്ല ഫുഡ് ആവണമെന്നില്ല, അങ്ങനെ ചിലപ്പോൾ മോശമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു തൊഴിലാളി അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവര് സാലറി മാത്രമല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകം ആണോ? സാലറി മാത്രമാണോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? അത് മാത്രമാണോ? അല്ല അല്ലെ. നമ്മൾ മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണോ, സുപ്പീരിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ല കാൻഡിഡേറ്റ് സർവീസുകളൊക്കെ ഉണ്ടോ അല്ലെ, പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടോ, എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് വർക്ക് ചൂസ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ഇത് സ്ഥാപനത്തിലേക്ക് നമുക്കറിയാം അപേക്ഷ ഫോമൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കും. ചിലപ്പോൾ സാലറി ബേസിക്കലി സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ കുറവാണെങ്കിലും ചിലരൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മെന്റൽസ് ഒക്കെ നോക്കിയിട്ടാണ് കമ്പനികളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അല്ലെ, സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് സാലറി ഒക്കെ കുറവായിരിക്കും, കുറച്ച് പ്രൊഫഷണൽ അല്ലെ കുറച്ച് ടൈം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതൊരു സാലറിയും കൊടുക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമുകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യത. പക്ഷെ അവിടെ കയറി പറ്റി കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാം നല്ല ബെനിഫിറ്റ്സും നല്ല സർവീസിന്റെ ഫെസിലിറ്റീസും മറ്റും ഒരുപാട് അല്ലെ കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നത് കൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് എംപ്ലോയീസ് അവിടെ എന്താണ് അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കാനൊക്കെ ആയിട്ട് തയ്യാറാകുന്നത് അല്ലെ. അപ്പൊ പല മാറ്റേഴ്സും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ മനോഭാവം എന്ന് പറയുന്നത് ഒരിക്കലും സാലറിയെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമൊന്നല്ല നമ്മളൊരു തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്നത്. Some important attitude are job satisfaction or dissatisfaction, organization commitment and job involvement. ഇതിന്റെ അണ്ടറിലാണ് കുറച്ച് പോയിന്റ്സുകൾ വരുന്നത്. അതായത് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലെ കുറച്ച് മനോഭാവങ്ങളുണ്ട്. അത് ഏതൊക്കെ മനോഭാവമാണെന്ന് പറയുന്നത്? ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ജോബ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, ആ ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിന് നമുക്ക് നെക്സ്റ്റ് കാര്യം എടുക്കാം. അതിനുശേഷമാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനോഭാവം എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് എടുത്തത്. മനോഭാവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യത്യസ്ത മനോഭാവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളതിലുണ്ട്. കുറച്ച് അറിവുള്ളവർക്ക്
ചില കാര്യങ്ങളിൽ കൂടുതൽ നല്ല മനോഭാവം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിവ് കുറഞ്ഞതിന്റെ പേരിൽ മനോഭാവങ്ങൾ കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ നോളജിന്റെ ഒക്കെ അതിനനുസരിച്ചിട്ട് തന്നെ അതൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കുക. ഇതുവരെ എടുത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതുമായി ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ജോബ് സാറ്റിസ്ഫാക്ഷനും സാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങോട്ടാക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ചെയ്യണോ? ചെയ്യണം. വായിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. കാരണം കുറച്ച് എല്ലാം അല്ലെ, കുറച്ച് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഭാഗമായതുകൊണ്ട് അവസാനം വരുമ്പോ ഒന്നും റിലേറ്റഡ് ആവാതിരിക്കരുത്. ജസ്റ്റ് കാരണം കുറച്ച് വേർഡ്സ് ഒക്കെ എലമെന്റ്സ് ഒക്കെ നമ്മൾ കണ്ട കുറച്ച് കട്ടിയായ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ മനസ്സിലാക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ത് തോന്നുന്നു, എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ചസിനെ കുറിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡുകൾക്കൊക്കെ മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചു, ഒരു പച്ചക്കറി വെജിറ്റബിൾസ് മേടിച്ചു അല്ലെ, ഒരു പ്രാവശ്യം നമ്മൾ മേടിച്ചപ്പോഴെല്ലാം പാടിയ പച്ചക്കറിയായിരുന്നു. സോ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ ഇവിടെ ഈ ഒരു സ്റ്റാളിൽ നിന്ന് മേടിക്കുന്നത് തെറ്റാണ്, കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് മോശം വെജിറ്റബിൾസ് ആണ് എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവും. പക്ഷെ അതേസമയം നമുക്ക് അറിയാം മറ്റു കൂട്ടര് മേടിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും. അത് ഒരു പക്ഷെ ആ ഒരു ദിവസം മാത്രമായിരിക്കും അങ്ങനെ സംഭവിച്ചു പോയത്. വീണ്ടും നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മൾ ബൈ ചാൻസിൽ അവിടെ കയറി മേടിച്ചപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യസ്തത വന്നില്ലേ? ആദ്യം ഉണ്ടായ മനോഭാവമാണോ പിന്നീട് ഉണ്ടാവുക? ആണോ? ഉണ്ടാവും അല്ലെ? അപ്പൊ വ്യത്യസ്തത ഉണ്ടാവില്ലേ? വ്യത്യസ്തത ഉണ്ടാവില്ലേ? ആദ്യം ഉണ്ടാവുന്ന മനോഭാവം അല്ല ഉണ്ടാവുന്നത് അല്ലെ, വ്യത്യസ്തത. ഓക്കെ ഓക്കെ, നിങ്ങൾ റിയാക്ട് ചെയ്ത് ശരിയാണ്. കാരണം നമുക്ക് വ്യത്യസ്തത അനുഭവപ്പെട്ടു അല്ലെ, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്താണ് ആ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച്. ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നതും ചേഞ്ചസ് വരുത്താനായിട്ട് സാധ്യതകളുണ്ട്. കാരണം നമുക്ക് ഉണ്ടാവുന്ന പുതിയ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരാം. ആ ആറ്റിറ്റ്യൂഡ് ക്യാൻ ഷിഫ്റ്റ് ഡ്യൂ ടു ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഫോർമേഷൻസ്. പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരാം. ഇൻ കേസ് എവിടെയൊക്കെയാണ് മാനേജർ മേ ഹാവ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. മാനേജർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ഒരു മാനേജർ ആണെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ചിട്ട് തെറ്റായ ധാരണ വെച്ചിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇടയ്ക്ക് വരുമ്പോൾ ആ എംപ്ലോയി ചിലപ്പോൾ വേണമെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കില്ല കാഴ്ചവെക്കുന്നത്. അപ്പൊ ആ എംപ്ലോയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് നല്ല മനോഭാവമായിരിക്കില്ല. അതേസമയം ആ എംപ്ലോയിനോട് ചേർന്ന് ഒരു 1-2 ആഴ്ച ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മനോഭാവങ്ങളുടെ വ്യത്യസ്തത ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരു എക്സാമ്പിൾ സഹിതം ഇവിടെ നമ്മളോട് എടുത്ത് പറയുന്നത് അല്ലെ. ആഫ്റ്റർ വർക്കിംഗ് വിത്ത് എ പേഴ്സൺ ദ മാനേജർ may comes to realize that he is actually very talented and subsequently അങ്ങനെ വരുമ്പോഴെന്താണ് അവര് ക്രമാനുസൃതമായിട്ട് തന്നെ അവരെ മനോഭാവത്തില് മാറ്റങ്ങൾ വരുത്തുന്നു. ക്ലിയർ ആയോ? ശരിയാണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.